കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സെന്ററായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു. ആ മാറിയ കേരള സംസ്ഥാനത്ത് ഇവരുടെ 10 വോട്ടിന് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. ഇവർ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം എടുത്ത് നോക്കിയാൽ വഖഫ് വിഷയത്തിൽ ആ ഭൂമി മുനമ്പം ജനതയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്നിട്ട് ഇന്ന് 5 ദിവസം കഴിയുന്നു. ഈ നിമിഷം വരെയും അതിൽ തീരുമാനമെടുക്കാതെ അതിന്റെ പുറകിൽ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി, SDP കൂട്ടുകെട്ടിലുള്ള ആളുകളൊക്കെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സർക്കാർ മനഃപൂർവ്വം സമയം നീട്ടിക്കൊടുക്കുകയാണ്. എന്തിന്? ലവ് ജിഹാദിന്റെ വിഷയം ഉണ്ടായ നമ്മുടെ കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ഫൈനൽ ചാർജ് ഷീറ്റ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അവിടെ പ്രണയത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടിട്ടില്ല, മതപരിവർത്തനത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചിട്ടില്ല, അതിന്റെ പേരിലുള്ള ആ കുട്ടി ആത്മഹത്യ ചെയ്ത് ഇതൊക്കെ പറയുന്നത് കേരള പോലീസാണ്. അപ്പൊ ഇവിടെ കേരളത്തിന്റെ ഗവൺമെന്റിനെയും പോലീസിനെയും നിയന്ത്രിക്കാൻ തൽക്കുന്ന രീതിയിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ സംസ്ഥാനത്തിന്റെ ഭരണത്തെയും പ്രതിപക്ഷത്തെയും നിയന്ത്രിക്കുന്ന സാഹചര്യം കൂടെ ഉണ്ടാവും. ഇതിനെ പ്രതിരോധിച്ച് മതിയാവും. ഇത് ഒരു സംഭവം പുറത്തു വരാതെ ഭീഷണിയുടെ പുറത്ത്, ഇത്തരത്തിലുള്ള ഭീഷണിയുടെ പുറത്ത് അവർ പറയുന്നത് അനുസരിച്ചു കൊടുക്കേണ്ട ഗതികേടുണ്ടാകുന്ന നിരവധി സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അത് ഇവിടെ മാത്രമല്ല എവിടെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകളുടെ ഭീഷണി ആർക്കുണ്ടായാലും അവരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഈ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. ഈ രാജ്യത്തെ എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്മാറണം. ഇത് നാളെ നിങ്ങളുടെ കൈക്കും തിരിഞ്ഞു കൊത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം.